I know already I made you cry. But sorry for that. പക്ഷേ എനിക്കിത് കേൾക്കണം. നിനക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് നിന്ന് കുറേ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? വേദന ഉണ്ടായ എക്സ്പീരിയൻസ്? ചെറുപ്പത്തിൽ നമ്മൾ ഒരാളുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പം എനിക്കൊരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള സമയങ്ങളിൽ നമ്മളൊരു ഓണം വിശേഷ ദിനങ്ങൾ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കാരുടെ ഇപ്പോൾ മറ്റൊരിത് പറയണില്ല, നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഗൾഫിലായിരിക്കാം ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പഴയ ഓണക്കോടികളുണ്ടല്ലോ, അവരിട്ട് ഉപയോഗിച്ച ഡ്രസ്സുകൾ ഞാൻ ഇട്ടിട്ടില്ല എന്ന് ഞാൻ ഒരിടത്തും പറയില്ല. അവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം തന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ ടി വി വെക്കുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് തിരുവോണം ഉണ്ടിട്ട് നമ്മൾ ടി വി കാണാൻ, നമ്മുടെ ഒന്നും വീട്ടിൽ ടി വി ഇല്ല. അപ്പോൾ ആ ടി വി കാണാൻ ചെന്നിരിക്കുമ്പോൾ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇത് പോയി എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ടി വിയും ഉണ്ട്, മറ്റുള്ള എല്ലാ ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഒരു വണ്ടിയിൽ ഞാൻ തൊട്ടപ്പോൾ തന്നെ തുടരുത്, അത് പൊറൽ വീഴും എന്ന് പറഞ്ഞൊരു സാഹചര്യം. അങ്ങനെ ഒരുപാട്. മൂന്നാമതെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ ഒരുപാട് എടുത്ത് ചെന്നിട്ട് വാതിലുകൾ മുട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ അന്നേരം അടച്ച ഇതെന്ന് പറയുമ്പോൾ വാതിൽ കൊട്ടി അടയ്ക്കുക എന്ന് പറയില്ലേ, അതേപോലെ ചെയ്ത അനുഭവം എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം നമ്മൾ ഒരുപാട് പേരോട് കാശ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് പൈസ നമ്മൾ മാറ്റി വെച്ചിട്ടാണ്, കാരണം പല ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് ആ ഇരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത് നമുക്ക് ആ ബുദ്ധിമുട്ടിൽ. ഇപ്പം എൻ്റെ അച്ഛൻ ആശുപത്രി കിടക്കും, സർജറി വേണമെങ്കിൽ അവിടെ കാശ് നമ്മൾ ഇറക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും മരുന്ന് പോകുമ്പോഴത്തേക്ക് 50,000 ഇങ്ങനെയുള്ളൊരു ബില്ലുകളാണ്. ആ ഒരു സമയത്ത് ഞാൻ മാത്രമാണ് ഈ തുഴയുന്നതെന്ന് പറയും. അവരെ ഇപ്പം നമ്മൾ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ ഒരു ഓട്ടോ കൂലി ഞാൻ കൊടുത്താൽ മാത്രമാണ് ആ ഭക്ഷണവും കൊണ്ട് അവരവിടെ വരുത്തുള്ളൂ ആശുപത്രിയിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട്, ഇപ്പം നമുക്കതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ മുൻപോട്ട് പോകുന്നതെന്ന് പറയാം. ഈ ചിരിച്ചിരിക്കുന്ന മുഖമേ എല്ലാവരും കാണുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ കരയുന്ന ഒരു വ്യക്തിനെ ഒരു മനുഷ്യരും കാണണില്ല. ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ല, നമുക്കതൊക്കെ വിട്ട് കളയാം. ഇപ്പം എങ്ങനെ ലൈഫ്? ഇപ്പം സക്സസ്സാ? നിങ്ങളിപ്പോൾ സക്സസ് ആണോ? ആൻഡ് ഫ്യൂച്ചറിൽ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? ഞാൻ എൻ്റെ മകനെ ഇപ്പം പുറത്തേക്ക് വിടാനായിട്ടിരിക്കുന്നു. ഇനി വിസ മാത്രം വന്നാൽ മതി. മോൻ MBBS പഠിക്കാനായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഒരിടത്തും നമ്മൾ പറഞ്ഞിട്ടില്ല, എൻ്റെ ഫാമിലീനെയോ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൻ +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വിസ മാത്രം വന്നാൽ മതി. അങ്ങനെ ഒരു ലൈഫിൽ എനിക്കൊരു സന്തോഷിക്കാൻ, കാരണം എൻ്റെ മണി കൊണ്ട് അവനെ വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് വിടാൻ പറ്റുന്നു എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു കാര്യം മാത്രം. കാരണം ഇനി നല്ലൊരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക്, 5 വർഷം കഴിയുമ്പോൾ അവൻ്റെ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞ് അവന് PG അത് നെക്സ്റ്റ് എടുക്കണം. 6 വർഷമാണ് ടോട്ടൽ വരുന്നത്. പക്ഷേ അവനെ ഒരു നല്ലൊരു ഡോക്ടറാക്കി എടുക്കാനുള്ള ഇതെനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗൗരി, ഈ കോൺട്രവേഴ്സി ആയാലും ഒരു ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്, അതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാൻ? ആ ഷൂട്ട് ഒരു ഓർണമെന്റ്സ് ഷൂട്ട് മഹാദേവൻ തമ്പി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെ ഐഡിയാസിലാണ് മൂവ് ചെയ്തതെന്ന് പറയുന്നത്. അത് 2 സ്ത്രീയും എന്താ പറയുക, ഇടകലർന്ന് ചെയ്തൊരു രീതിയിൽ ചെയ്തൊരു കണ്ടന്റാണ് അത്. പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളത് വന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ അത് ഓർണമെന്റ്സ് ഷൂട്ടായപ്പോൾ കുറച്ച് വൈഡായിട്ട് 2 ഭാഗവും കുറച്ച് ഇതായിരുന്നു. അങ്ങനെ നമ്മൾ നല്ലൊരു തീമാണത് ചെയ്തതെന്ന് പറയുന്നത്. കറുപ്പിനും മറ്റേ കളറിൽ ഒരു ഇത് വന്നതും അങ്ങനെ ചെയ്ത ഒരു തീമാണത്. അത് ഭയങ്കര വിവാദമായി, പ്രശ്നങ്ങളായി, വൈറലായി. ഒരുപാട് ന്യൂസിൽ ചാനലുകളിലൊക്കെ നല്ല ഇതിലായിട്ട് വന്നു. പബ്ലിസിറ്റി ഫസ്റ്റ് എൻ്റെ ഒരു ഇമേജ് അതിൽ കൂടിയും വന്നു. വേറൊരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന എക്സ്ട്രാ സക്രിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കുറച്ച് മീൻ വെട്ടുന്ന ബ്ലൗസിൽ കുറച്ച് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ വെട്ടുന്നത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. മീനെടുത്ത് നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് വെട്ടുന്ന രീതിയൊക്കെ കണ്ടന്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും ഇതുപോലെ തന്നെ വൈറലായി. ചാനലുകളൊക്കെ ഏറ്റെടുത്ത കുറച്ച് കണ്ടന്റുകളാണ്. ഓക്കെ. ആൾക്കാർക്ക് ഇഷ്ടം ബിക്കിനീസ്, മുണ്ട്, ബ്ലൗസ്. ഈ മുണ്ട് ബ്ലൗസ് അല്ല 25 ഇയേഴ്സ് മുമ്പ്. പക്ഷെ അത് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതന്നെ എനിക്ക് മനസ്സിലാവാതെ. അതിനു മുമ്പ് ബ്ലൗസ് ഇടാത്ത ഇവിടെ വരയ്ക്കും മുണ്ട് കട്ടുന്നവർ. അതെ അതെ. അതിനു മുമ്പ് ഇന്നും എനിക്കറിയാം, ഇവിടെ ഗ്രാമത്തിലൊക്കെ ലേഡീസ് ഓൺലി ഇവിടെ മുണ്ട് കട്ടും, മേളം ഒന്നും ഇടില്ല, വയസ്സാനവരൊക്കെ. സോ ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് ഇട്ട് ഫിലിമിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ വന്നാൽ അത് തെറ്റുന്ന ഇവർ പറയുന്നത്. അല്ല,
അപ്പം ഈ പറയുമ്പോൾ മാം പണ്ട് നമ്മളെ ഓരോ മൂവികളും ഓരോ കാര്യങ്ങൾ ഇപ്പം മാം ആണെങ്കിൽ ബ്ലൗസും മുണ്ടും ഒക്കെ ഉടുത്ത് ചെയ്ത സിനിമകളില്ലേ, അതേപോലെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് വരുമ്പോൾ ഷക്കീല മാമിനെ പോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് അന്ന് മാം ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ അത് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ട്, അത് കണ്ടന്റുകൾ കാണാൻ ആൾക്കാരുണ്ട്. പഴയ കാലത്ത് കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്നത് നിനക്ക് ആ പേര് ഓർമ്മയുണ്ടോ, കിന്നാരത്തുമ്പികൾ? അതെ അതെ മാമിന്റെ. അപ്പം അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ചോട്ടാ മുംബൈയിലാണ് അതിൽ മോഹൻലാലിന്റെ ഒക്കെ ആ ഒരു മൂവിയിൽ മാം ഉള്ള, അപ്പൊ അങ്ങനെ കുറെ മൂവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പം മാം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, മാമിലെ ഒരു വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വന്നപ്പോഴേ മാമിനോട് പറഞ്ഞില്ല എനിക്ക് മാമിനെ ഇഷ്ടമാണ്, പക്ഷെ അത് ആ കേൾക്കുമ്പോൾ കിന്നാരത്തുമ്പികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കേട്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോഴത്തെ തലമുറകൾ നമ്മൾ നൈറ്റി, ബിക്കിനീസ്, സാരി ഉടുത്താൽ ആർക്കും പിക്ചേഴ്സ് കാണണ്ട, വീഡിയോകളും ആരും കാണില്ല. പക്ഷെ വലിയ സെലിബ്രിറ്റീസ് കുറച്ച് ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് വശമോ തള്ളി വെച്ച് വീഡിയോകൾ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ റീൽസിൽ നൈറ്റി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കിനീസ് ഇട്ട് കഴിഞ്ഞാൽ, നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ, മുണ്ട് ബ്ലൗസ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ട്. പക്ഷെ നമ്മളൊരു നല്ലൊരു വസ്ത്രത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈക്കില്ല, ആൾക്കാർ കാണാനില്ല, നമ്മളെ ആർക്കും കണ്ടാൽ അറിയേയില്ല. പക്ഷെ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ വരുന്നുണ്ട്. ആ കാലഘട്ടം എന്ന് പറയാൻ പഴയ കാലഘട്ടം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വയറ് കാണിച്ചാൽ, കുറച്ച് ക്ലീവേജ് കാണിച്ചാൽ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പം നമ്മൾ ചിലരിപ്പം വന്നിട്ട് ഇപ്പം ഉടനെ ആ പോസ്റ്റുകളുടെ അടിയിൽ വന്നിട്ട് ഞങ്ങളിത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കമൻറ്റുകൾ വരും. പക്ഷെ ഇത് കാണിക്കാൻ എന്ന് പറയണ്ടല്ലോ, നമ്മളത് ഇടുമ്പം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കിയാൽ മതി. നീ എന്തിന് കമന്റ്സ് കാണുന്നുണ്ട്? ഫസ്റ്റ് കമന്റ് കാണുന്നത് നല്ലത് കുറെ കമന്റുകൾ കാണും. ഇല്ല, എന്തിനു കാണരുത്? ഡോണ്ട് സീ ദ കമന്റ്സ്. ചില സമയം നമ്മളത് നോക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കാറില്ല. കരഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു ഫോട്ടോഗ്രാഫർ എക്സ്ട്രാ സക്രിയ എന്ന് പറയുന്ന ആളുടെ ഷൂട്ടുകൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കമന്റിന്റെ അടിയിൽ ഓരോ പിക്ചേഴ്സിന്റെ അടിയിലും വീഡിയോയുടെ അടിയിലും വന്നിട്ട് ഒരുപാട് കമന്റുകൾ ഇടുമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ ആദ്യം മാമിനോട് ഞാൻ പറഞ്ഞില്ല, അത്രയ്ക്കും വൾഗർ ഉള്ള കമന്റുകളും ചീത്തകളും, നിന്റെ വീട്ടിൽ ആരും ഇല്ലേ ചോദിക്കാൻ, ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഗൗരി എന്തിനാണ് ഈ കമന്റുകൾ നോക്കുന്നത്? ആ കമന്റുകൾ നോക്കാതെ നീ നിന്റെ ജോലികൾ ചെയ്യുക. അതോടെ നമ്മൾ കമന്റുകൾ നോക്കാറില്ല. ഇപ്പൊ അതിൻ്റെ അകത്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കമന്റുകൾ ഡിലീറ്റ് ചെയ്യാനും ഞാൻ പോകാറില്ല. അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഏജ്, ഈ ഫിഗർ എല്ലാം ഓക്കെ, ഈ ടൈമിൽ ഈ ഫോട്ടോ ബിക്കിനി ഇടുന്നത് ഇതൊക്കെ ഓക്കെ. ആഫ്റ്റർ 10 years മകൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ആഗ്രഹിച്ച് സെറ്റിലായി മാറുക എന്നുള്ളത്. നമ്മൾ പിന്നെ എപ്പോഴും ഫോട്ടോഷൂട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് നടക്കില്ല. കാരണം നമുക്കൊരു ഏണിംഗ് വരുമാനം കിട്ടുന്ന രീതി നമ്മൾ ചെയ്യും. 60 വയസ്സായാലും എനിക്ക് ശരീരം ചുളുങ്ങി ഇല്ല എങ്കിൽ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു ജോലി ഞാൻ കണ്ടിന്യൂസ് ചെയ്യും. സോ ഇത് ചെയ്യും. ചെയ്യും. കാരണം നല്ല വേഷങ്ങൾ, അതിൽ ബിക്കിനീസ് ഒഴിവാക്കിക്കൊണ്ട് നല്ല കോസ്റ്റ്യൂമിലേക്ക് ഞാൻ വരും.